എല്ലാവർക്കും ഫുഡ് ബോക്സ് ഫുഡ് റെസിപ്പിയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നത് ഞാൻ വിശ്വസിക്കുന്നു. ഇന്ന് ഞാനൊരു പുതിയ റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. അതെന്താണെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം. മുഴുവൻ നാരങ്ങ എടുത്തിട്ട് അതിനെ നാലായിട്ട് പിളർന്നിട്ട് അതിനകത്ത് മസാല ഫില്ല് ചെയ്ത് വെച്ച് അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ മസാല ഇതിനകത്ത് ഒഴിച്ചു കൊടുക്കുക. എണ്ണയും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് നികക്ക എണ്ണ വേണം. എണ്ണയും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് ഇതിനെ എയർ ടൈറ്റ് ആക്കിയിട്ട് നമ്മൾ ഒരു 2 ആഴ്ചയ്ക്ക് കഴിഞ്ഞിട്ടേ നമ്മളിത് എടുക്കുകയുള്ളൂ. അപ്പോൾ ഇതിൻ്റെ മസാല തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഒരു 10 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും ഒരു 2 ടേബിൾ സ്പൂൺ കായപ്പൊടി, 1 ടേബിൾ സ്പൂൺ ഉലുവാപ്പൊടിയും 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടിയിട്ട് നന്നായിട്ട് അതിനെ ചൂടാക്കി അത് മാറ്റി വെക്കുക. തണുക്കുന്നത് വരെ മാറ്റി വെക്കുക. എന്നിട്ട് ഈ 4ആയിട്ട് കീറിയ ആ നാരങ്ങയ്ക്കകത്തോട്ട് ഈ മസാല ഫില്ല് ചെയ്യണം. ഫില്ല് ചെയ്തതിന് ശേഷം നമ്മൾ എന്നിട്ട് ഈ കുപ്പിയിൽ ഇത് ഗ്ലാസ് ജാർ ആയിരിക്കണം, ഡ്രൈ ആയിരിക്കണം. അതിനകത്തോട്ട് നമ്മൾ ഈ നാരങ്ങയെ ഫില്ല് ചെയ്ത നാരങ്ങയെല്ലാം അടുക്കി വെക്കണം. ഞാൻ ഏകദേശം 3/4 കിലോ നാരങ്ങ എടുത്തത്. ആ നാരങ്ങയെല്ലാം അടുക്കി വെച്ചു. അടുക്കി വെച്ചതിന് ശേഷം രണ്ടാമത്തെ പ്രോസസ്സ് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ നമ്മൾ നല്ലെണ്ണ ചൂടാക്കണം. ചൂടാക്കിയിട്ട് ഒരു മീഡിയം സൈസ് ഇഞ്ചിയും ഒരു കുടം വെളുത്തുള്ളിയും കൂടെ എടുത്തിട്ട് നന്നായിട്ട് അതിനെ ചതച്ചിട്ട് അത് ഇതിനകത്തോട്ടിട്ട് മൂക്കുമ്പം ഈ ബാക്കി വന്ന മസാല ഇതിനകത്തിട്ട് ഒന്ന് മൂപ്പിക്കണം. എന്നിട്ട് ഒരു 1/4 കപ്പ് വെള്ളവും ഒഴിച്ചു കൊടുക്കണം. എന്നിട്ട് 1/4 കപ്പ് തൊട്ട് 1/2 കപ്പ് വരെ വിനീഗറും ഒഴിച്ചു കൊടുത്ത് ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് അതിനെ മിക്സ് ചെയ്ത് അത് ചൂടാറിയതിന് ശേഷം ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുത്തിട്ട് നല്ല എയർ ടൈറ്റ് ആയിട്ട് ഇത് വെച്ച് സൂക്ഷിച്ചു വെക്കണം. ഒരു 2 ആഴ്ച കഴിഞ്ഞിട്ട് നമുക്ക് ഇതിനെ ഉപയോഗിക്കാം. 2 ആഴ്ച കൂടുതലിടുന്നത് അത്രയും നല്ലത്. എന്നിട്ട് 2 ആഴ്ച വരെ ഇതിനെ നമുക്ക് സൂക്ഷിച്ചു വെക്കാം. ഇതാണ് ഇതിൻ്റെ പ്രോസസ്സ്. അങ്ങനെ ഈ കുപ്പിക്കകത്ത് നാരങ്ങ ഞാൻ മുഴുവനെ അത് ഫില്ല് ചെയ്ത് വെച്ചു. ഇനി നമുക്ക് അടുത്ത പരിപാടിയിലോട്ട് പോകാം. ഇത് ഞാൻ നല്ലെണ്ണ എടുത്തിട്ട് ഇതിനകത്ത് ഇഞ്ചി വെളുത്തുള്ളി നന്നായിട്ട് ചതച്ച് അത് ഒന്ന് മൂത്ത് വന്നതിന് ശേഷം നമുക്ക് മസാല ഇടണം. മസാല എന്ന് പറയുന്നത് ഞാനൊരു 5 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും ഒരു ടീസ്പൂൺ ഉലുവാപ്പൊടിയും 1.5 ടേബിൾ സ്പൂൺ കായപ്പൊടിയും മഞ്ഞൾപ്പൊടി ഒരു 1/2 ടീസ്പൂണും കൂടെ ചേർത്ത് മിക്സാണ്. ഈ മിക്സാണ് നമ്മൾ നാരങ്ങ 4ആയിട്ട് പിളർന്നിട്ട് അതിനകത്തോട്ട് ഫില്ല് ചെയ്ത് കൊടുക്കുന്നത്. എന്നിട്ട് അത് കുപ്പിയിൽ ഇത് ഇങ്ങനെ ചെയ്ത് വെക്കണം. അത് ഞാൻ നിങ്ങളെ കാണിച്ചു തന്നിട്ടുണ്ട്. എന്നിട്ട് ഈ മസാല ഞാൻ ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാനായിട്ട് പോവാം. ഈ മസാല നന്നായിട്ട് പച്ചമണം മാറണം. പച്ചമണം മാറിയതിന് ശേഷം നമുക്ക് ഇതിങ്ങനെ ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ഇതൊന്ന് പച്ചമണം മാറുന്നിടം വരെ ഇച്ചിരി അതായത് ഒരു 1/4 കപ്പ് വെള്ളവും കൂടെ നമ്മൾ ഒഴിച്ചു കൊടുക്കും. 1/4 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തു. എന്നിട്ട് ഇതിനെ നന്നായിട്ടൊന്ന് മൂപ്പിക്കണം. മൂപ്പിച്ച് ഇത്രയേ ഉള്ളൂ, ഈ പരിപാടിയേ ഉള്ളൂ. എന്നിട്ട് നമുക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഉപ്പ് ഇച്ചിരി മുന്നേ നിൽക്കണം കേട്ടോ, അല്ലെങ്കിൽ നാരങ്ങയ്ക്കകത്ത് ഉപ്പ് പിടിക്കാനായിട്ട് പാടുവരും. അപ്പോൾ അതുകൊണ്ട് ഇച്ചിരി ഉപ്പ് മുന്നോട്ട് നിന്ന് കഴിഞ്ഞാൽ നാരങ്ങ നന്നായിട്ട് അലുത്ത് നമുക്ക് കിട്ടും. ഇത് ഉടനെ എടുക്കാൻ പറ്റുന്നതല്ല കേട്ടോ. ഇത് നമുക്ക് കുറച്ച് ദിവസം വെച്ചതിന് ശേഷം മാത്രമേ ഇത് എടുക്കാൻ പാടുള്ളൂ. എന്നിട്ട് ഈ മസാല നന്നായിട്ട് ഇതിനകത്ത് വിനീഗറും കൂടെ ഒഴിക്കാം. ഒരു 1/4 കപ്പ് വിനീഗർ ഒഴിച്ചു കൊടുക്കണം. 1/4 to 1/2 കപ്പ് നമുക്ക് വിനീഗർ ഒഴിച്ചു കൊടുക്കാം. ഞാൻ വിനീഗർ ഒഴിച്ചു കൊടുത്തു. വിനീഗർ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് ചൂടായതിന് ശേഷം നമുക്ക് തീ ഓഫ് ചെയ്യാം. എന്നിട്ട് ഇത് തണുത്തതിന് ശേഷം നമ്മൾ ആ കുപ്പിയിലോട്ട് ഒഴിച്ചു കൊടുക്കും. അപ്പോൾ എണ്ണ മുകളിലായിട്ട് നിൽക്കണം കേട്ടോ. അതിനാ എണ്ണ കൂടുതൽ എടുക്കണം. എണ്ണ നമ്മൾ നല്ലെണ്ണ തന്നെ ഉപയോഗിക്കണം. ആ നല്ലെണ്ണ കൂടുതലായിട്ട് എടുക്കണം. അപ്പോൾ ഞാൻ തീ ഓഫ് ചെയ്തു. ഇനി ഇത് തണുക്കട്ടെ. തണുത്തതിന് ശേഷം നമുക്ക് ആ കുപ്പിയിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇത്രയും അങ്ങനെ ഇത് നമ്മുടെ മാങ്ങ ഏകദേശം റെഡിയായി. മാങ്ങയുടെ പ്രോസസ്സ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ കുപ്പിയിൽ നിറച്ച മാങ്ങ ഞാൻ നിങ്ങളെ കാണിച്ചു തന്നിട്ടുണ്ടല്ലോ.
ഇതാണ് കുപ്പിയിൽ നിറച്ചിരിക്കുന്ന മാങ്ങ. ഈ മാങ്ങയ്ക്കകത്ത് മാങ്ങ നവായി വരുന്നത് നാരങ്ങ. ഈ നാരങ്ങ 4ആയിട്ട് പിളർന്നിട്ട് അതിനകത്ത് മസാല, ഈ സെയിം മസാല കൂട്ട് അതിനകത്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിനകത്തോട്ടാണ് നമ്മളിത് തണുത്തതിന് ശേഷം ഒഴിച്ചു വെക്കുന്നത്. എന്നിട്ട് ഇത് എയർ ടൈറ്റായിട്ട് പിന്നെ കുറേ ദിവസം, ഒരു 2 ആഴ്ചയെങ്കിലും മിനിമം ഇരിക്കണം, എന്നെങ്കിലേ ഇത് അലുത്ത് വരുത്തുള്ളൂ കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഉപയോഗിക്കാം. ഇത് ഇനി ഈ എണ്ണ ഒഴിക്കുന്നതൂടെ ഞാൻ കാണിച്ചു തരാം. ഓക്കെ, താങ്ക് യു. മസാല ഒക്കെ തണുത്തു. ഇനിയിപ്പോൾ ഞാൻ ഈ മസാല ഇതിനകത്തോട്ട് ഒഴിക്കാൻ പോവാം. ആ എണ്ണയോടുകൂടി ഒഴിച്ചു. ഇനി ഇത് നമ്മൾ അടച്ച് വെച്ചിട്ട് ഒരു 2 ആഴ്ച എങ്കിലും കഴിഞ്ഞിട്ട് എടുക്കാം. 2 ആഴ്ച കൂടുതലിരുന്നാൽ അത്രയും നല്ലത് കേട്ടോ. ഇതിരിക്കും തോറും നന്നായിട്ട് അതായിട്ട് വരും. അപ്പോൾ അതുകൊണ്ട് മാക്സിമം അത് ഉടനെ എടുക്കാതെ ഒരു 2 ആഴ്ചയെങ്കിലും വെയിറ്റ് ചെയ്യണം. ഇതൊന്ന് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് എനിക്ക് ഫീഡ്ബാക്ക് തരണം. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ആ ബെല്ലൈക്കണും കൂടെ ഒന്ന് അമർത്തിയാൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസും നിങ്ങൾക്ക് കിട്ടും. ഇനി കാണും വരെ എല്ലാവർക്കും ബൈ. താങ്ക് യു.